ഇന്നലെ മലപ്പട്ടത്ത് കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസും CPIM-ഉം മുഖാമുഖം നിന്നുകൊണ്ടുള്ള വെല്ലുവിളി ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ മലപ്പട്ടം സംഘർഷത്തിൽ 75 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPIM പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങളുമായി നിഖിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, കുറേയേറെ കഷ്ടപ്പെട്ടതാണ് ഇന്നലെ. അതിൻ്റെ റിപ്പോർട്ടിങ്ങിലടക്കം ഈ വലിയ സംഘർഷം, രൂക്ഷമായ സംഘർഷം ആ മേഖലയിൽ നിലനിന്നിരുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം പോലീസിന് വല്ലാതെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്താണ് പോലീസിൻ്റെ നടപടി? ഹർഷൻ, ഏതായാലും ഇന്നലെ കണ്ണൂർ മലപ്പട്ടത്തുണ്ടായ സംഘർഷത്തിൽ ഇപ്പോൾ 75 പേർക്കെതിരെയാണ് മയ്യിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 50 പേർ കോൺഗ്രസ് പ്രവർത്തകരാണ്, 25 പേർ CPIM പ്രവർത്തകരാണ്. പോലീസ് FIR-ൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര അത് മലപ്പട്ടം സെൻറ്ററിൽ എത്തിയപ്പോൾ ഈ യാത്രയുടെ പിറകിലുണ്ടായിരുന്ന 50ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ റോഡരികിൽ കൂടി നിൽക്കുകയായിരുന്ന 25ഓളം വരുന്ന CPIM പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടി എന്നുള്ളതാണ് ഇപ്പോൾ FIR-ൽ പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ സംഘർഷം ഏത് നിലയിലേക്കാണ് വ്യാപിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു ഫ്ലെക്സ് നശിപ്പിക്കപ്പെടുന്നു. ആ ഫ്ലെക്സ് നശിപ്പിക്കുന്നതിൻ്റെ വീഡിയോയിൽ മലപ്പട്ടം സ്വദേശിയായ സനീഷ് PR എന്ന കോൺഗ്രസ് പ്രവർത്തകനുണ്ടായിരുന്നു. അതേ ദിവസം വൈകിട്ട് സനീഷ് PRൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് സ്ഥാപിച്ച ഗാന്ധി സ്തൂപവും കോൺഗ്രസിൻ്റെ കൊടിമരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും CPIM പ്രവർത്തകർ നശിപ്പിക്കുന്നു. ഒപ്പം തൻ്റെ വീടിന് നേരെ അക്രമമുണ്ടായി എന്ന് സനീഷ് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെ അവിടെ ഈ സ്തൂപം തകർത്തതിൽ പ്രതിഷേധിച്ചാണ് പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലേക്ക് CPIM-ൻ്റെ പാർട്ടി ഗ്രാമമായ മലപ്പട്ടത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനാവുന്നില്ല, ജീവിക്കാനാവുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനതല ശ്രദ്ധ നേടുക എന്ന രീതിയിൽ അങ്ങനെ ഒരു പദയാത്ര സംഘടിപ്പിക്കുന്നത്. ഈ അടുവാപ്പുറത്ത് നിന്ന് മലപ്പട്ടം സെൻറ്ററിലേക്ക് 5 കിലോമീറ്റർ നീളത്തിൽ ഈ പദയാത്ര നടക്കുന്നു. അതിനിടയിൽ മലപ്പട്ടത്തെ ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് തന്നെ അറിയപ്പെടുന്ന നിരവധി മേഖലകൾ, തലക്കോട്, മേപ്പറമ്പ തുടങ്ങിയ മേഖലകളെല്ലാം കടന്നാണ് ഈ പദയാത്ര എത്തുന്നത്. അപ്പോഴൊന്നും ഒരു പ്രകോപനവും ഇല്ലാതെ കൃത്യമായി ഈ പദയാത്ര നീങ്ങുന്നു. മലപ്പട്ടം സെൻറ്ററിൽ ഈ പദയാത്ര എത്തുന്നതോടുകൂടിയാണ് സംഘർഷങ്ങൾ തുടങ്ങുന്നത്. അവിടെ ഈ പൊതുയോഗം നടക്കുന്നതിൻ്റെ ഏകദേശം 200 മീറ്റർ മാത്രം മാറിയാണ് മലപ്പട്ടത്തെ CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നത്. ആ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തുണ്ടായിരുന്ന CPIM പ്രവർത്തകർക്ക് നേരെ മുദ്രാവാക്യം വിളികൾ വരുന്നു. സ്വാഭാവികമായും CPIM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തിരിച്ചുള്ള മുദ്രാവാക്യം വിളി വരുന്നു. പക്ഷേ ഈ 2 മുദ്രാവാക്യം വിളികളിലും പ്രകോപനം ഒരുപാടുണ്ടായതോടുകൂടി ഇരുപക്ഷവും പരസ്പരം ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ വെള്ളക്കുപ്പികളും മറ്റും എടുത്ത് പരസ്പരം എറിയുന്നു. കൊടി കെട്ടാൻ ഉപയോഗിച്ച വടികൾ പരസ്പരം എടുത്ത് എറിയുന്നു. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളിലേക്ക് അത് പോകുന്നു. ഒരു ഘട്ടത്തിൽ പോലീസിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു. പിന്നീട് കണ്ണൂർ ACP സ്ഥലത്തേക്ക് എത്തി കൂടുതൽ പോലീസിനെയൊക്കെ എത്തിച്ചാണ് രംഗം ശാന്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനിടയിൽ CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു, കല്ലെറിഞ്ഞ് അതിൻ്റെ ജനൽച്ചില്ല് തകർത്തു എന്നൊരു ആരോപണം ഉയരുന്നു. ഏതായാലും ഇങ്ങനെ വലിയ സംഘർഷ അവസ്ഥയിലേക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടി വന്നിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് കൂടുതലും കേസെടുത്തിരിക്കുന്നത്. 25 CPIM-ൻ്റെ ചൂളിയാട് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 25 പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസിൻ്റെ 50ഓളം പ്രവർത്തകർക്കെതിരെയാണ്, അതും പ്രാദേശിക പ്രവർത്തകരാണ് കൂടുതലും അതിൽ ഉള്ളത്. അതേസമയം ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ആളുകളിൽ ഈ മലപ്പട്ടത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. CPIM ഒരുപക്ഷെ അത്തരത്തിൽ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മലപ്പട്ടത്തെ ഇങ്ങനെയൊരു പരിപാടി നടത്തുമ്പോൾ അതിന് പുറത്തു നിന്ന് ആളെ ഇറക്കിയാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തിയത്, അത് സംഘർഷമുണ്ടാക്കാനാണ് എന്നൊരു ആരോപണം CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PV ഗോപിനാഥ് ഇന്നലെ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ FIR വരുമ്പോഴും കണ്ണൂർ മലപ്പട്ടത്തിന് പുറത്തു നിന്നുള്ള ചില പ്രവർത്തകർ കൂടി ഈ FIR-ൽ പ്രതിപട്ടികയിലുണ്ട്. റൈറ്റ്, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.